അജ്ഞാതൻ 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 ഏത് അജ്ഞാതനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലായി. ഇന്ത്യയുടെ ഒരു അജ്ഞാതൻ, ദേശീയത, ദേശസ്നേഹം, ഇതൊക്കെ ഇതിങ്ങനെ കീറിയോ ഒഴിഞ്ഞ ഒലിച്ചു പോകും. എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ തന്തയ്ക്ക് പറഞ്ഞാൽ അവർ തന്നെ വിളിച്ചിട്ട് പാകിസ്ഥാനാണോ ഇന്ത്യയാണോ ഞാൻ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ കൊന്നാലും അവൻ പറയും ഇന്ത്യ തന്നെ മതി എന്ന് പറയും. ഇന്ത്യയാണ് എൻ്റെ രാജ്യം, ഇന്ത്യക്കെതിരായി ഞാനൊന്നും ചെയ്യത്തില്ലെന്ന് പറയും. പക്ഷെ നിങ്ങൾ അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മൾ ഈ അജ്ഞാതൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ഉണ്ട്. എന്തോന്നറിയാം, ഇത് ചെയ്തത് റോയാണെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ കേൾക്കുമ്പോൾ ഒരു രോമാഞ്ചുണ്ട്. ഇങ്ങനെ ഇതൂടെ ഇങ്ങനെ രോമം എഴുന്നേറ്റ് ഇങ്ങനെ വന്ന് റോ ചെയ്തോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല. ഇനി റോ ചെയ്താൽ പോലും റോ ചെയ്തില്ല എന്ന് ഞാൻ പറയത്തില്ല. കാരണം എന്താണെന്നറിയാം, നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിദേശ വ്യാപാരവുമായും നമ്മുടെ രാജ്യത്തിൻ്റെ അഫയേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഫ്യൂച്ചർ ബിസിനസ്സുകളുമായി കരാർ ചെയ്തിരിക്കുന്ന 100 കണക്കിന് രാജ്യങ്ങൾ ഇപ്പം നിലവിലുണ്ട്. ഇവിടെ വരുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇതൊക്കെയാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് കേട്ട് കഴിവുള്ളിടത്തോളം കാലം ഒരു പൈതൃകമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട്. 10, 20, 30, 40, 50, 100, 150 കൊല്ലത്തിന് മുമ്പൊന്നും അല്ല ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിരിക്കുന്നത്. അന്ന് മുതലേ ലോകം മുഴുവനുമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനം പല 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 കാര്യങ്ങളിൽ 100 കണക്കിന് പുസ്തകങ്ങളിൽ തന്നെയാണ്. ഇനി ഇന്ത്യ ചെയ്തയാണെന്ന് കിട്ടി അജ്ഞാതൻ പാകിസ്ഥാനിൽ ചെന്നു. അവിടെ ഇന്നലെ ദാവൂദ് ഇബ്രാഹിമിനെ പടക്കം വാങ്ങിച്ചിട്ട് പൊട്ടിക്കാൻ പോവുക. ദാവൂദ് ഇബ്രാഹിമിനെ അങ്ങനെ കൊന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പടക്കം വാങ്ങിച്ചിട്ട് പൊട്ടിക്കാൻ പോവുക. ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിച്ചവനെ എൻ്റെ കൈ കിട്ടിയ തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും ഞാൻ. കാരണം ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാനൊരു രാജ്യസ്നേഹിയാണ്. എൻ്റെ രാജ്യം. ഇതിൽ പൊളിറ്റിക്സ് ഇല്ല, മറ്റു യാതൊരു വിധമായ ഇസങ്ങളില്ല. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് ഒരു സാധനം എടുത്തിട്ട് ഇങ്ങനെ വെച്ച് ഇത് പൊട്ടിക്കാൻ പോകാമെന്ന് പറയുമ്പോൾ അപ്പുറത്തിരുന്ന് വേറൊരുത്തന്നെ ഇത് പൊട്ടിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൊട്ടിയര് കീരിക്കാടനെ കൊന്നേ നമ്മുടെ മറ്റേയാള്, നമ്മുടെയൊക്കെ മനസ്സിലെ കിരീടധാരിയായ ഒരു സിനിമയാണ് കിരീടം എന്ന് പറയുന്നത്. കീരിക്കാടനെ കൊന്നേ എന്ന് പറഞ്ഞ് കൊച്ചിൻ ഹനീഫ ഒരു വിളിയുണ്ട്. കീരിക്കാടനെ കൊന്നു എന്ന് പറയുന്ന സംഭവം ഇത് ചെയ്തത് ഇവനാണ് എന്ന് പറയുമ്പോൾ പാമ്പിടിച്ചോ ചെയ്ത് കാണത്തില്ല, ഒന്നും ചെയ്യത്തില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്, ഇതാരും ചെയ്യാത്ത കാര്യമൊന്നുമല്ല പറയുന്നത്. അമേരിക്കയിലെ FBI ചെയ്യുന്നില്ല, ഇസ്രായേലിലെ മൊസാദ് ചെയ്യുന്നില്ല, UK-ലെയും യൂറോപ്പിലെ മുഴുവൻ രാജ്യങ്ങളിലെയും അറേബ്യൻ രാജ്യങ്ങളിലെയും ഉള്ളവരാരും ചെയ്യുന്നില്ല. എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ വർമ്മ സാറേ, പ്രശ്നം എന്താ, എല്ലാം മറയുടെ പുറയില്ല. ഇവിടെ നമ്മളിതിനെ ആഘോഷിക്കുക. സാധാരണക്കാരനായ ആൾ എന്ന് അഭിനയിക്കുന്ന ഒരാൾ BBC ഡോക്യുമെൻ്ററി പറയുക, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി ഞങ്ങൾ ഇങ്ങനെയൊന്നുമല്ല ചിന്തിച്ചിരുന്നത്. ഇന്ത്യ ഇത്ര മോശമായ രീതിയിലൊക്കെയാണോ ആൾക്കാരിൽ ഇടപെടുന്നത്? ഇന്ത്യ പിന്നെ ഏത് രീതിയിലാണ് ഇനി അഥവാ ഇന്ത്യ ചെയ്യുവാണെങ്കിൽ തന്നെ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്? ഒരു കാര്യം ചെയ്യുക, കയറി ഇനി മടിയിലോട്ടിരി പാർലമെൻറ്റ് ആക്രമിച്ച് ഇന്ത്യ വാടാ മോനെ പാല് തരാം എന്നാണ് പറയണ്ടേ. ഇത് നമ്മൾ വ്യക്തികൾക്കിടയിലുള്ള സംഭവത്തെ പറ്റിയാണ് നമ്മളീ പറയുന്നത്. പക്ഷെ രാജ്യങ്ങൾക്കിടയിലും അന്താരാഷ്ട്ര സമൂഹത്തിലും ഇന്ത്യക്കുള്ള വാല്യൂവിനെ നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ താഴെ എഴുതുകയാണ് അജ്ഞാതൻ തകർത്തു, അജ്ഞാതൻ തകർക്കട്ടേ, ഒരു സൈഡിൽ കൂടെ തകർക്കട്ടെന്നേ. പക്ഷെ ഞാൻ പറഞ്ഞത്, നമ്മളീ പറയുന്നതിൻ്റെ പുറത്ത് നമ്മൾ ആവേശം കൊണ്ട് നമ്മൾ എഴുതുന്ന ഇംഗ്ലീഷ്, മലയാളത്തിൽ മാത്രമല്ല, ഞാൻ എത്രയോ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ ഇത് കണ്ടു. ഇംഗ്ലീഷ് പ്ലാറ്റ്ഫോമുകളിൽ എഴുതിയിരിക്കുകയാണ്, നമ്മൾ മലയാളികളാണ് ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത്. ഇന്ത്യ ജയിച്ചു, ഇന്ത്യ എവിടെ പോയാലും ചെയ്യാനുള്ളത് അങ്ങനെ ചെയ്തോളൂന്നേ. അയാൾക്ക് ചെയ്യേണ്ട പണിയൊക്കെ അറിയാം, അവർ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെ നമ്മൾ ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യരുത്. പിന്നെ ഇന്ത്യ ഇതൊന്നും ചെയ്തില്ല, ഇന്ത്യ ഇങ്ങനൊന്നും ചെയ്യുന്ന ആളല്ല. ഇന്ത്യ ഈ പറയുന്ന ഭീകരവാദികൾക്ക് പാല് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഒരു കാരണവശാലും ഇൻ്റർനാഷണൽ മീഡിയാസിൽ, എസ്പെഷ്യലി ഇംഗ്ലീഷ് മീഡിയാസിൽ ഒരു കാരണവശാലും അത് നന്നായി, ഇത് നന്നായി, അവിടുത്തെ തീവ്രവാദിയൊക്കെ വന്നു, അതുകൊണ്ട് ഇത് നന്നായി എന്നെഴുതണം. കാരണം അത് ഇന്ത്യക്കെതിരെ, അതായത് ലോകരാജ്യങ്ങളുടെ ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പാകിസ്ഥാനൊക്കെ എന്തുകൊണ്ടാണ് ഫണ്ട് കിട്ടാത്തത്? പാകിസ്ഥാനൊക്കെ ഫണ്ട് കിട്ടാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, അവരുടെ ലെവൽ അവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. എല്ലാ രാജ്യങ്ങളും ഇതൊക്കെ ചെയ്യുന്നു. ഇരുട്ടത്തെ ലൈറ്റ് വേണത്തിൽ കറുത്ത മുണ്ട് കൊടുത്ത് എല്ലാവരും ഇതൊക്കെ തന്നെ ചെയ്യുന്നതെന്നേ. പക്ഷെ നമ്മളൊരു കാരണവശാലും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതായി നിങ്ങൾ പ്രൊമോട്ട് ചെയ്തതെന്നേ. കുറച്ച് പടക്കം മാരിയിട്ട് കത്തിയിരുന്ന് രാത്രി വീട്ടിയിട്ട് കത്തിയിര് എന്നിട്ട് പറഞ്ഞാൽ അതിന് ബർത്ത്ഡേ ആണ്. പക്ഷെ ഒരിക്കലും മറ്റേത് ഇനിയും അജ്ഞാതന്മാർ വരണം. അതാണ് അജ്ഞാതൻ്റെ സൈക്കോളജി.